കേരളത്തിൽ വളരെ വ്യാപകമായിട്ടുള്ള മണി ചെയിൻ ഗ്രൂപ്പുകൾക്കെതിരെ നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ നടപടിയെടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ആംവയ്ക്ക് നേരെയും ഒരു വിലക്കുണ്ടായി കേരളത്തിൽ. ഈ ഒരു സന്ദർഭം ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു തെറ്റിദ്ധാരണ വരുത്തിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആംവയുടെ ഭാഗത്തുള്ളൊരു സത്യസന്ധത തീർച്ചയായിട്ടും ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. എന്താണ് ഈ ഒരു ഇപ്പോൾ നടന്ന ഈ ഒരു വിഷയത്തിൽ ആംവയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച്? ഇപ്പം നടന്നിട്ടുള്ള ഈ മണി ചെയിനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും നടപടികളിലും ആംവേ ഉൾപ്പെട്ടു എന്നുള്ളത് നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ട് ആർക്കും അതിനെ പഴിചാരാൻ പറ്റില്ല. കാരണം ഈ പറയുന്ന പല ഫാസ്റ്റ് മണി സ്കീമുകളും പറയുന്നത്, അവരെല്ലാം ക്ലെയിം ചെയ്യുന്നത് ഞങ്ങൾ ആംവേ പോലെയാണെന്നാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്, ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിനോ പെട്ടെന്ന് ഇതിനെ തിരിച്ചറിയാൻ സാധിച്ചെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നടന്ന നടപടിയെ പൂർണ്ണമായിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാനോ വിമർശിക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം എനിക്ക് എപ്പോഴും തോന്നാറുള്ളൊരു കാര്യം, ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ, അതും പ്രത്യേകിച്ചും 50,000-ഓളം കുടുംബങ്ങൾക്ക് കേരളത്തിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ളൊരു പ്രസ്ഥാനത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനെക്കുറിച്ചൊന്ന് പഠിക്കാനായിട്ടൊരു അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തണം. പക്ഷെ ഇവിടെ നടന്നിട്ടുള്ള ആംവയ്ക്കെതിരെ നടന്നിട്ടുള്ള ആക്ഷനിൽ അതൊന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലീഗൽ അഡ്വൈസ് ആരോ കൊടുത്തൊരു ലീഗൽ അഡ്വൈസിനെ ബേസ് ചെയ്ത്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ പോലും, ഒരു സുപ്രഭാതത്തിൽ പോലീസ് റെയ്ഡ് ചെയ്യുന്നു, സീൽ ചെയ്യുന്നു. അപ്പം അതിനപ്പുറത്തേക്ക് 53 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം, അത് ലോകത്ത് 190 രാജ്യങ്ങളിൽ ഇന്നുവരെ ഒരിടത്തും നിയമവിരുദ്ധമെന്ന് ഡിക്ലെയർ ചെയ്യപ്പെടാത്ത ഒരവസ്ഥയിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം, അതിനെതിരെ അത്തരത്തിലുള്ള അൾട്ടിമേറ്റ് സ്റ്റെപ്പ് എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കുറേ കൂടെ ആലോചിച്ചും കുറച്ചുകൂടി അതിനെക്കുറിച്ച് മനസ്സിലാക്കിയും അതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടും ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇന്നത്തെ അവസ്ഥയിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഗവൺമെൻറ് എടുത്തിട്ടുള്ള സ്റ്റെപ്പുകളെല്ലാം വളരെയധികം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം എസ്പെഷ്യലി ഒരു ഹൈ ലെവൽ കമ്മിറ്റി ഫോം ചെയ്തു. ആ ഹൈ ലെവൽ കമ്മിറ്റിയുടെ ഡിസിഷൻ വരാനിരിക്കുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പോൾ ഒരു പ്രോപ്പർ ഡയറക്ഷനിലാണ് ഇപ്പോൾ പോകുന്നത്. ഇതിന് ശക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമാണ്, അതിശക്തമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ആവശ്യമാണ്. ഇതിന് വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു റെഗുലേറ്ററി അതോറിറ്റി ഇതിനകത്ത് ആവശ്യമാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു വീക്കായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നിട്ട് ഇനിയും ഈ ഇൻഡസ്ട്രി ഇവിടെ റീഓപ്പൺ ചെയ്താൽ സംഭവിക്കാവുന്നത്, ഇനിയും ഇതുപോലുള്ള കമ്പനികൾ, ഫാസ്റ്റ് മണി സ്കീമുകൾ മുളച്ചു പൊങ്ങും. ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള ഒരു ഭേദഗതി ഇതിനകത്ത് കൊണ്ടുവരണം. മാത്രമല്ല, ഇപ്പോൾ നടന്നിട്ടുള്ള നമ്മളുടെ ഈ നിയമ നടപടികൾ നോക്കുകയാണെങ്കിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ പ്രൈസ് ആൻഡ് ചിറ്റ്സ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് 1978 എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കകത്ത് പെടുത്തിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നോക്കുകയാണെങ്കിൽ അത് 1978 ഉണ്ടാക്കിയ ഒരു ആക്റ്റാണ്. ഈ 1978 ഈ ആക്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് സെല്ലിംഗ് എന്നോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നോ പറയുന്ന ഒരു ഇൻഡസ്ട്രി പോലും ഇന്ത്യയിൽ ഉണ്ടാകുമെന്ന ആക്ട് ഉണ്ടാക്കിയവർ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആക്ടിൻ്റെ പെർവ്യൂവിനകത്തോട്ട് ഡയറക്റ്റ് സെല്ലിങ്ങിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ ആക്ട് തന്നെ ഭേദഗതി നടത്തേണ്ടത് ആവശ്യമാണ്. 2, ഇതിന് ശക്തമായിട്ടുള്ളൊരു റെഗുലേഷൻ ആവശ്യമാണ്, ഒരു റെഗുലേറ്ററി അതോറിറ്റി. ഇപ്പോൾ ഇൻഷുറൻസിൽ IRDA എന്ന് പറഞ്ഞൊരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട്. അതുപോലെ ഡയറക്റ്റ് സെല്ലിങ്ങിലും നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലും അത്തരത്തിലുള്ള അതിശക്തമായിട്ടുള്ളൊരു റെഗുലേറ്ററി അതോറിറ്റി വളരെ ആവശ്യമാണ്. കാരണം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ബിസിനസ്സിനകത്ത് ഇൻവോൾവാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് കേരള ഗവൺമെൻറ്റിനെ പോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് റെഗുലേറ്ററി അതോറിറ്റി ഇതിനകത്ത് വളരെ എസെൻഷ്യലാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് മാത്രമല്ലാതെ മനുഷ്യൻ്റെ ഏത് കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് നോക്കിക്കാണുന്ന ആളാണെന്നുള്ള നിലയിൽ നമ്മുടെ കേരളത്തിലെന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ്. അല്ലെങ്കിൽ ഇങ്ങനൊരു വ്യക്തിക്ക്, സജീവ് നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്ത് രാഷ്ട്രീയമാണുള്ളത്? രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളൊരു നിലപാടും ഒരു അഭിപ്രായവും ഒക്കെ എന്താണ്? നമ്മുടെ ഏറ്റവും പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മലയാളികളാണല്ലോ. അപ്പം എല്ലാ ആൾക്കാരും, എനിക്കൊന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ അങ്ങോട്ട് വളർന്നു വരുമ്പം തന്നെ അവരുടേതായിട്ടുള്ള ചില പൊളിറ്റിക്കൽ വ്യൂസും ഒക്കെ ഓൾറെഡി രൂപീകരിക്കപ്പെടുന്നുണ്ട്. അതിന് പ്രധാന കാരണം മീഡിയയിലും ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പക്ഷേ ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചില മൈൻഡ് സെറ്റുകൾ കേരളത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈവൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് പോലും ഒരു പരിധിക്കപ്പുറേക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ,
സമ്പത്തിനെക്കുറിച്ചോ സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ചോ ഒരു പൊതുജനങ്ങളുടെ ഇടയിൽ നല്ലൊരു കാഴ്ചപ്പാടില്ലെങ്കിൽ, എപ്പോഴും രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് പൊതുജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന ആ രീതിയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് കൂടുതലും. സോ ഒരു കോൺസെപ്റ്റിൽ ആൾക്കാർ ചിന്തിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിവിടെ സംസാരിക്കേണ്ട ടോപ്പിക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്, സമ്പത്തല്ല അല്ലെങ്കിൽ സമ്പന്നതയല്ല എന്ന് ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ. നോർമൽ കോമൺ സെൻസുള്ള ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്നൊരു കാര്യം, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ സമ്പത്തല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇപ്പോൾ വരൾച്ച ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ വെള്ളം വേണം, ഇല്ലാതെ വരൾച്ച നിർമ്മാർജ്ജന പദ്ധതി ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതിനും വെള്ളം തന്നെ കൊണ്ടുവരണം. ഇപ്പോൾ എന്ത് വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി കൊണ്ടുവന്നാലും സമ്പത്ത് കൊണ്ടുവന്നാൽ മാത്രമേ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യപ്പെടത്തുള്ളൂ. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് ഞാൻ കണ്ടിടത്തോളം കേരളത്തിലെ ഒരു മേജർ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റാണ്. സമ്പത്തിനോടും സമ്പത്തുണ്ടാക്കുന്ന ആൾക്കാരോടും ബിസിനസ്സുകാരോടും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാട്, അത് പൊതുജനങ്ങളുടെ ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയക്കാരും കാണാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ പലപ്പോഴും ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ലാത്തൊരു സ്റ്റേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബിസിനസ്സുകാർക്ക് ഗ്രോ ചെയ്യാനോ പറ്റുന്നൊരു സാഹചര്യം കിട്ടാത്തൊരു സ്റ്റേറ്റ് ആയിട്ടൊക്കെ തോന്നപ്പെടുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ജിയോഗ്രഫിക്കലായിട്ട് നോക്കിയാലും ഇതിൻ്റെ ആ ഒരു നമ്മളുടെ മറ്റു പല സംസ്ഥാനങ്ങളും വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ വളരെ സമാധാനമുള്ള ഒരു സ്റ്റേറ്റാണ്. അതൊക്കെ വെച്ച് നോക്കി ഇവിടെ ബിസിനസ്സും അത്തരത്തിലുള്ള ആക്ടിവിറ്റിയൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നതിനനുസരിച്ച് അതിന് പറ്റുന്ന താളത്തിനൊപ്പം തുള്ളുക എന്നുള്ളത് മാറിയിട്ട് അവരെ വേറൊരു താളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ളൊരു ലീഡർഷിപ്പ് കേരളത്തിന് ആവശ്യമാണ്. അത് എങ്ങനെ എമർജ് ചെയ്യും, എപ്പോൾ എമർജ് ചെയ്യും ഒന്നും നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ പ്ലീസിങ് പീപ്പിൾ എന്നല്ലല്ലോ, ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലീഡിങ് പീപ്പിൾ എന്നാണ്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും, ഭൂരിപക്ഷം ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ ചിലപ്പം തീരുമാനിക്കേണ്ടി വന്നു വരും. അത്തരത്തിൽ അതിശക്തമായൊരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളത്തിന് ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിലെന്നല്ല ഏത് രാജ്യം എടുത്താലും ഏറ്റവും അധികം ഭീഷണി നേരിടുന്ന ഒന്നാണ് ഈ ഡ്രഗ്സ് മാഫിയയുടെ ഇടപെടലുകൾ. തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം ഡോക്ടേഴ്സിൻ്റെയും അറിവോട് കൂടിയിട്ടാണ് ഇത് നടക്കുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഇതിനിടയിലാണ് മനുഷ്യൻ്റെ ഇപ്പോൾ ആരോഗ്യത്തിൻ്റെയും അതുപോലെ ആയുസ്സിനൊക്കെ വേണ്ടിയിട്ട് ആംവേ ചില പ്രോഡക്റ്റുകൾ എത്തിക്കുന്നത്. ഈ ആംവേ പുറത്തിറക്കുന്ന പ്രോഡക്റ്റുകൾ ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ നല്ലത് ഏതാണ് അല്ലെങ്കിൽ ചീത്ത ഏതാണെന്ന് കൺഫ്യൂഷനിലാണ് ജനം. ആംവയുടെ പ്രവർത്തകർക്ക് തീർച്ചയായിട്ടും ജനങ്ങളെ ഈ പ്രോഡക്റ്റുകളെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിലും വല്ലാതെ ഒരു സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത കൂടുതലാണ്. ആംവയുടെ പ്രോഡക്റ്റ് എത്രത്തോളം അനിവാര്യമാണ്, അതുപോലെ ജനങ്ങൾ അതിലെത്രത്തോളം ബോധമുള്ളവരാണ് എന്ന് ഒന്ന് വ്യക്തമാക്കി പറയാം. ആംവയുടെ പ്രോഡക്ട്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രോഡക്ട്സിൽ ഒത്തിരി കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ ഹോം കെയർ, പേഴ്സണൽ കെയർ, ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന മുതൽ അങ്ങോട്ട് എല്ലാ പ്രോഡക്ട്സും ഉണ്ട്. എനിക്കൊന്ന് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്ന പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രീഷണൽ പ്രോഡക്ട്സാണ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സാണ്. ഈ പ്രോഡക്ട്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. ഈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് പ്രൈമറിലി ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. എന്തിനു വേണ്ടി ഫുഡ് സപ്ലിമെൻ്റ് എന്ന് ചോദിച്ചാൽ, ശരിയായ രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഫുഡ് സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിബേറ്റ് ശരിയായ രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം എത്ര പേർക്ക് കിട്ടുന്നുണ്ട്, എത്ര പേര് കഴിക്കുന്നുണ്ടെന്നുള്ളതാണ് അതാണ് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതിനകത്ത്. ഇന്ന് നടത്തിയിട്ടുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സർവേകളിലൊക്കെ പറയുന്നത് അങ്ങനെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള വേണ്ടുന്ന വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും അടങ്ങുന്ന ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ ഇന്നില്ല. എസ്പെഷ്യലി ഇന്നത്തെ ഫാസ്റ്റ് ലൈഫിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ഫുഡ് കൾച്ചർ വളരെയധികം ഫാസ്റ്റായിട്ട് വന്നിട്ടുള്ളൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നിൽപ്പ് എന്ത് കഴിച്ചിട്ട് പോകാമെന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഇൻടേക്ക് നോക്കുകയാണെങ്കിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റുമാണ് നമ്മൾ കൂടുതലും കഴിക്കുക. ഫാസ്റ്റ് ഫുഡ് നോക്കുകയാണെങ്കിൽ കൂടുതലും കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഫാറ്റുമാണ് അതിനകത്ത് കൂടുതൽ വരുന്നത്. പ്രോട്ടീൻ, വൈറ്റമിൻ, മിനറൽ, ആൻറ്റി ഓക്സിഡൻസ് ഇതെല്ലാം ഡെഫിഷ്യൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് ഈ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ്സിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. ഫുഡ് സപ്ലിമെൻറ്റ്സോ ന്യൂട്രീഷണൽ സപ്ലിമെൻറ്റ്സോ, ഇപ്പോൾ ആംവയുടെ ബ്രാൻഡ് ന്യൂട്രലൈറ്റ്, അതേപോലെ തന്നെ അറിയപ്പെടുന്ന പല ബ്രാൻഡുകളുമുണ്ട്. ഇതൊന്നും ഒരു മരുന്ന് അല്ല, ഇതൊന്നും ഒരു രോഗം മാറ്റാനായിട്ടല്ല. ഭക്ഷണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതും രോഗം മാറ്റാൻ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലെറ്റ് ഫുഡ് ബി യുവർ മെഡിസിൻ, മെഡിസിൻ ബി ഫുഡ് എന്ന് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ നിന്നാണ് നമ്മളുടെ അസുഖങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന എല്ലാ ന്യൂട്രിയൻസും കിട്ടുന്നത് ഭക്ഷണത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന സമയത്ത് ഒരുപക്ഷെ ചില അസുഖങ്ങൾ മാറിയെന്നും വരാം. അതുകൊണ്ടത് മരുന്ന് എന്ന് നമ്മൾ ഒരു ഡ്രഗായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇത് ഫുഡ് സപ്ലിമെൻറ്റ്സ് ആണ്. ഇത് ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ആവശ്യമുണ്ട്.
കാരണം പ്രോട്ടീൻ, ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു റേഡിയോ FM ചാനലിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് തന്നെ പറയുന്നത് കേട്ടു, പ്രോട്ടീനൊന്നും നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഡെഫിനറ്റായിട്ടും ആവശ്യത്തിൽ കൂടുതൽ പ്രോട്ടീൻ ചെന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ആവശ്യം എത്രമാത്രമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് ആവശ്യം, ഒരു അഡൽട്ടിന് ആവശ്യമുള്ളത് എത്രയാണോ നിങ്ങളുടെ ബോഡി വെയ്റ്റ്, 65 കിലോ വെയിറ്റ് ഉള്ള ഒരാൾക്ക് 65 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കിട്ടിയിരിക്കണം. ഈ 65 ഗ്രാം പ്രോട്ടീൻ കിട്ടാനുള്ള മാർഗ്ഗം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്. സോ അതുകൊണ്ട് സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ലോകത്തിൽ ഒരു പാർട്ടായിരിക്കും. അത് ഈ ഫാസ്റ്റ് പേസ് ലൈഫ് മാറ്റാനൊന്നും പറ്റില്ല. ഇനിയിപ്പോൾ കൂടുതൽ വേഗതയിലേക്ക് നമ്മൾ പോകത്തേ ഉള്ളൂ. മൾട്ടി ടാസ്കിങ്ങും പല കാര്യങ്ങളും ഒരുമിച്ച് എങ്ങനെ ചെയ്യാവുന്ന ആൾക്കാർ ചിന്തിക്കുന്ന കാലമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ സപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് വരാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയപ്പെടുന്നത്. പിന്നെ വേറൊരു ഫാക്ടറുണ്ട് ഇതിനകത്ത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മാരകമായിട്ടുള്ള അസുഖങ്ങൾ, പണ്ട് മാരകമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് പറയുന്നത് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വൂപ്പിംഗ് കഫ്, അതുപോലുള്ള വില്ലൻ ചുമ എന്നൊക്കെ പറയുന്ന വസൂരി, ഇതുപോലുള്ള അസുഖങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് അതൊന്നുമില്ല. കാരണം അതെല്ലാം ഇൻഫെക്ഷ്യസ് ഡിസീസുകളായിരുന്നു. ഇൻഫെക്ഷ്യസ് ഡിസീസുകളെ ഇല്ലാതാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സയൻസ് അത്രമാത്രം വികസിച്ചു. പക്ഷേ ഇന്ന് മരണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഡയബറ്റീസ്, ഒരു സ്ലോ കില്ലറാണ് ഡയബറ്റീസ്, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ. ഇതിനൊന്നും പൂർണ്ണമായിട്ട് എന്തുകൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല, അതും ആലോചിക്കണം നമ്മൾ. അതിന് പ്രധാന മരുന്നുകൊണ്ട് എന്തുകൊണ്ട് ക്യൂർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതൊന്നും തന്നെ ഒരു പ്രത്യേക ബാക്ടീരിയോ വൈറസോ ഉണ്ടാക്കുന്നതല്ല. ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് പറയുന്നത് തന്നെ. നമ്മളുടെ ജീവിതക്രമം, അതായത് നമ്മളുടെ ഭക്ഷണക്രമവും നമ്മളുടെ വ്യായാമവും ഇതിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളതാണ്. ഇത് കൂടുതലായിട്ട് ചെയ്യുന്നതിൽ ഇല്ലാതിരിക്കുന്നതുകൊണ്ടോ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിനെ മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. വരുത്താതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. വരുത്താതിരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടെല്ലാം ആയെന്നുള്ളതല്ല, പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം കഴിക്കുക, ഇല്ലെങ്കിൽ അതിന് പറ്റുന്ന തരത്തിലുള്ള ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുക. അതിനോടൊപ്പം വ്യായാമം, റിലാക്സേഷൻ, നല്ല പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് ലൈഫിനെ ഇന്നത്തെ ഈ സിറ്റുവേഷനിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് വെൽനസ് എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അതിപ്പോൾ ഒരാൾ വിചാരിച്ചാൽ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റില്ല. അത് പറയപ്പെടുന്നത് കഴിഞ്ഞ 1970കളിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഏറ്റവും കൂടുതൽ മില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. 1980കളിലും 90കളിലും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. 2000കളിൽ ഇനി വരുന്ന ഒരു 2020, 2030 വരെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ട്രില്യനേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി വെൽനസ് ആണെന്നാണ് പറയുക. അതുകൊണ്ട് നമ്മളിവിടെ അതിനെക്കുറിച്ച് എന്ത് ഒപ്പീനിയൻ പറഞ്ഞിട്ടും കാര്യമില്ല. ഇറ്റ് വിൽ എക്സിസ്റ്റ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ 2-3 കാരണങ്ങൾ തന്നെ. മനുഷ്യൻ്റെ അതിവേഗതയിലുള്ള ജീവിതം, അതേസമയം തന്നെ മനുഷ്യന് ബെറ്ററായിട്ടുള്ള വെൽബീയിങ് ഉണ്ടാക്കണം എന്നുള്ള താല്പര്യം, പിന്നെ എല്ലാ ആൾക്കാർക്കും ഇന്ന് നമുക്കറിയാം താല്പര്യമുള്ള വേറെ സബ്ജക്റ്റാണ് ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഏജിങ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം പ്രാപ്യമാകുന്നത് പ്രോപ്പറായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുകയോ ന്യൂട്രീഷൻ സപ്ലിമെൻറ്റ്സ് വഴിയുമാണ്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രിയും ഈ പ്രോഡക്ട്സും അതിവേഗതയിൽ ഇനിയും വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ഇൻഡസ്ട്രി ആയിരിക്കും. ഇന്നത്തെ സമൂഹത്തിൽ ഏത് കാഴ്ചകളാണ് സജീവ് നായർ എന്ന വ്യക്തിയെ അസ്വസ്ഥനാക്കുന്നത്? എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ അത്തരത്തിലുള്ളൊരു കൺസേൺ എന്ന് പറയാവുന്നത് മനുഷ്യരിലുള്ള നെഗറ്റീവ്സുമാണ്. വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ മനുഷ്യരിലുള്ള നെഗറ്റീവ്സുമാണ്. കാരണം അത് പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, എൻ്റെ പല ബിസിനസ്സുകളാണെങ്കിലും എൻ്റെ ഇൻട്രാക്ഷൻ ഇന്ത്യയിലുള്ള പല ഭാഗങ്ങളിലുള്ള പല ആൾക്കാരുമായിട്ടുണ്ട്. ഈ ഒരു നെഗറ്റീവ്സ് ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികളിൽ നിന്ന് കാണുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഞാൻ ഈ ഒപ്പീനിയൻ പല ആൾക്കാരിലും ഞാൻ കേട്ടിട്ടുള്ളതാണ്, പല ഫീൽഡിൽ നിന്നുള്ള ആൾക്കാരിൽ നിന്ന്. അതായത് ഉയർച്ചയിലേക്ക് എത്തിയിട്ടുള്ളൊരു വ്യക്തി ഒന്ന് തകരുന്ന സമയത്ത്, ഒന്ന് തകർന്നാൽ, ഏതെങ്കിലും തരത്തിലുള്ളൊരു വീഴ്ചയുണ്ടായാൽ അറിയാതെങ്കിലും ഉള്ളിലൊരു ചെറിയ ആഹ്ലാദം മലയാളികളുടെ ഉള്ളിൽ, മറ്റുള്ളവരുടെ ഉള്ളിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, അത് പല ആൾക്കാരുടെയും റിഫ്ലക്ഷനിൽ നിന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തന്നെ ഇപ്പുറത്തിരുന്നുകൊണ്ട് പറയുന്ന കമൻറ്റുകളുണ്ട്, പഞ്ചാബിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, മാർവാടിക്ക് ബിസിനസ് ചെയ്യാൻ അറിയാം, മലയാളിക്ക് പറ്റില്ല. എന്തുകൊണ്ടാണ് മാർവാടിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഒരു മാർവാടി ബിസിനസ്സുകാരൻ ഒരു തകർച്ചയുണ്ടായാൽ ബാക്കി സർവ്വ മാർവാടികളും കൂടെ ചേർന്ന് അയാളെ ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒരു മലയാളി ബിസിനസ്സുകാരൻ ഒരു തകർച്ചയുണ്ടായാൽ അത് അവൻ്റെ കയ്യിലിരിപ്പിൻ്റെയാണ്, അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഞാൻ അന്ന് അവൻ്റെ പോക്ക് കണ്ടപ്പോഴേ വിചാരിച്ച ഇത് എവിടെയെങ്കിലും വന്ന് വീഴുമെന്നുള്ളത്. ഇത്തരത്തിലുള്ള കമൻറ്റ്സ് എവിടെ കൂടുതലും കേൾക്കുന്നത്. ഇതൊന്നും മാറുക എന്നുള്ളത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ആവശ്യം. കാരണം ഇത്രയും അനുഗ്രഹീതമായിട്ടുള്ളൊരു സ്റ്റേറ്റ് വേറെ ഇല്ല. ഞാൻ വിദേശത്തൊക്കെ പലയിടത്തും യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ തവണ യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക്, കേരളത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ മനസ്സിനെന്തൊരു കുളിർമയാണ്. ഇത്രയും നല്ലൊരു സ്ഥലം, ക്ലൈമറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വെറ്റർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല.
നമുക്ക് എക്സ്ട്രീം ഹീറ്റ് ഇല്ല, എക്സ്ട്രീം കോൾഡ് ഇല്ല. ശരിക്കും ദൈവം അനുഗ്രഹിച്ച് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഈ ആൾക്കാരെയും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് സ്വർഗമാണ്. അപ്പോൾ ആ ഒരു നെഗറ്റീവിസത്തിന് ഇപ്പോൾ ഇവിടെ തന്നെ കേരളത്തിൽ ഇൻകം ടാക്സ് പേ ചെയ്യുന്ന, വളരെ ഹയസ്റ്റ് ആയിട്ട് ഇൻകം ടാക്സ് പേ ചെയ്യുന്ന ഒരാൾ പറയാണ്, അദ്ദേഹത്തിന് റെഗുലറായിട്ട് ഈ സ്ക്രൂട്ടിനിയും കാര്യങ്ങളും വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റർ തന്നെ ഇൻകം ടാക്സിലെ ഓഫീസറോട് ചോദിച്ചു, ഇങ്ങനെ സ്ക്രൂട്ടിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, ഇങ്ങനെ മര്യാദയ്ക്ക് ടാക്സ് പേ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ അവിടുത്തെ ഓഫീസർ പറയും, എന്തോ ചെയ്യുന്നത്, കണ്ടില്ലേ നൂറുകണക്കിന് കംപ്ലയിൻറ്റുകളാണ് പുള്ളിക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതായത് അത് മാറുക എന്നുള്ളത് അതൊരു കൺസേൺ തന്നെയാണ്, ഇല്ലെന്ന് എനിക്കൊരു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എങ്ങനെ മാറ്റാമെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് സൊല്യൂഷൻ ഒന്നുമില്ല. സപ്പോസ് മലയാളികളിൽ അത്തരത്തിലുള്ളൊരു പോസിറ്റിവിസവും, ഉയരുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി നാടിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമുക്കറിയാം, സമ്പത്തുണ്ടാവുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു സംസ്ഥാനമായാലും ഒരു സൊസൈറ്റി ആണെങ്കിലും ഉയരുന്നത്. അതിന് പറ്റുന്ന തരത്തിലുള്ള സാഹചര്യം ഒരുക്കുക, അതിനുവേണ്ടി മുന്നോട്ട് വരുന്ന ആൾക്കാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, കൂടുതലും പോസിറ്റീവായിട്ടുള്ള ഡിസ്കഷനുകളിലേക്ക് ആൾക്കാർ എത്തുക. ഏതൊരു സബ്ജക്റ്റ് വന്നാലും അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാതെ കുറച്ചുകൂടെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോടുകൂടി കാണാൻ പറ്റുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക. ഇത്തരത്തിൽ ഒരു അറ്റ്മോസ്ഫിയർ ഈ സ്റ്റേറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടണം. അത് ചെയ്യപ്പെടുന്ന നന്നായിരിക്കും ഈ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും നല്ല ഒരു കാലം തുടങ്ങുന്ന അവിടെ നിന്നായിരിക്കും. ഇന്നത്തെ ജനറേഷൻ്റെ ഒരു ക്വാളിറ്റി, അതുപോലെ ഒരു പരാജയം, അങ്ങനെയൊന്നുണ്ടെങ്കിൽ എന്താണെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന യങ് ജനറേഷൻ, മേ ബി ഞാനിപ്പോൾ പറയുന്ന ഒരു 15 ടീനേജിൽ നിന്ന് വളർന്നു വരുന്ന യങ് ജനറേഷൻ, അവർ പ്രോപ്പറായിട്ടുള്ള ഒരു നല്ലൊരു ജനറേഷനാണ് കേരളത്തിൽ വരുന്നത്. അവർക്ക് ഡയറക്ഷനുണ്ട്, അവർക്ക് ചില ഗോളുകളുണ്ട് ലൈഫിൽ, അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. അവരിൽ ഭൂരിഭാഗം ആൾക്കാരും വളരെ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ മലയാള പത്രങ്ങൾ വായിക്കുന്നില്ല, അതുകൊണ്ടുണ്ടാകുന്നതാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റിൽ ഞാൻ കാണുന്ന അതിനകത്തൊരു വളരെ 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 നല്ലൊരു ജനറേഷൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഞങ്ങളുടെയൊക്കെ ജനറേഷൻ എന്ന് പറയുന്നത്, അതായത് ഇന്ന് അതായത് 1970, 65 to 75 പീരീഡിലൊക്കെ ബർത്ത് ഡേറ്റ്സ് ഉള്ള ആൾക്കാരെ നോക്കുകയാണെങ്കിൽ, അതായത് ഇന്നൊരു 35-40 വയസ്സിനടുത്ത് നിൽക്കുന്ന ആൾക്കാരെ നോക്കിയാൽ, ഈ ഒരു ജനറേഷൻ ആയിരിക്കണം ഒരു പക്ഷേ കുറച്ച് വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പീരീഡ് കൂടെ കടന്നുപോയത്. അതിന് മെയിനായിട്ടുള്ള റീസൺ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണിത്, ഈ ഒരു ജനറേഷനാണ് 2 യുഗങ്ങൾ കണ്ടവരാണ് നമ്മൾ. ഒരു ഇൻഡസ്ട്രിയൽ ഏജും ഒരു ഇൻഫർമേഷൻ ഏജും. ഇൻഡസ്ട്രിയൽ ഏജിൽ ജനിച്ച് പഠിച്ച് ഇൻഫർമേഷൻ ഏജ് ജീവിക്കുക. അതുകൊണ്ടാണ് ഇന്നും പല പേരൻസും കുട്ടികളും തമ്മിൽ ഒരു ഐഡിയയും കിട്ടാത്ത. ഇവർ ഒരു കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ഇന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യനോട് പറഞ്ഞാൽ അവൻ അപ്പം തന്നെ ചെയ്ത് കയ്യിലേക്ക് വരും. അല്ലെങ്കിൽ മൊബൈലിലൊരു കാര്യം ചെയ്യണമെങ്കിൽ. ഇപ്പോൾ ഈ പേരൻസ് വായം പൊളിച്ചിരിക്കുകയാണ്. അപ്പം പേരൻസ് വിചാരിച്ചിരിക്കുന്നത് ഇവൻ ഇത് തന്നെ പരിപാടി ഫുൾ ടൈം. പക്ഷേ അൾട്ടിമേറ്റ്ലി അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ജനറേഷൻ, ഈ ഒരു ഇൻഫർമേഷൻ ഏജിൽ, 2000 മുതൽ ഇൻഫർമേഷൻ ഏജിലാണെന്ന് പറയും. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഏജിൽ തന്നെ ജനിച്ച് വളർന്നിട്ടുള്ളവരാണ്. അതുകൊണ്ട് അവർക്ക് വേറെ കൺഫ്യൂഷനൊന്നുമില്ല. നമ്മളിത് കൺഫ്യൂസ്ഡാണ്. കാരണം ഇൻഡസ്ട്രിയൽ ഏജിൻ്റെ പ്രോഡക്റ്റാണ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പറയാം. അഗ്രികൾച്ചറൽ ഏജിൻ്റെ പ്രോഡക്റ്റാണ് ഫാമേഴ്സ് എങ്കിൽ ഇൻഡസ്ട്രിയൽ ഏജിൻ്റെ പ്രോഡക്റ്റാണ് എംപ്ലോയീസ്. അങ്ങനെയാണെങ്കിൽ ഇൻഫർമേഷൻ ഏജിൻ്റെ പ്രോഡക്റ്റാണ് ആൻറ്റർപ്രന്യൂഴ്സ്. അത് വളരെ ക്ലിയർ ആയിട്ട് എക്കണോമിക്കലായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു കോൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏജിലുള്ള പേരൻസ് ഇപ്പോഴും കുട്ടികളോട് പറയുന്നത് എങ്ങനെ ഡോക്ടറാക്കാം, എങ്ങനെ എഞ്ചിനീയർ ആക്കാം, ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. പക്ഷേ കുട്ടികൾ പലരും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ എങ്ങനെ ഒരു ബിൽ ഗേറ്റ്സ് ആവാമെന്നുള്ള ചിന്തിക്കുന്ന കുട്ടികളെ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു വലിയ ജനറേഷൻ ഗ്യാപ്പ് ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ കാണുന്നത്, ഞാൻ ഇത്തരത്തിലുള്ള ഈ ജനറേഷനുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്നതുകൊണ്ട് തന്നെ കോളേജുകളിലൊക്കെ സെഷൻസൊക്കെ ചെയ്യാൻ ഐ എം വെരി മച്ച് എക്സൈറ്റഡ് അബൌട്ട് ദിസ് അപ്കമിങ് ജനറേഷൻ. ഈ വരുന്ന ജനറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഗോൺ ടു ബി വെരി എക്സൈറ്റിംഗ്. പരാജയം എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു പരിധിവരെ സംഭവിച്ചിരിക്കാവുന്നത് മേ ബി മൂല്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കുറേ കൂടെ വലിയവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. പരാജയം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ലൈഫിൻ്റെ സ്പീഡ് കൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ യങ് ജനറേഷനും പേഷ്യൻസ് ഇല്ല. അവർക്കും പെട്ടെന്ന് എന്ത് ചെയ്യാം എന്നുള്ളത് മാത്രമേ ചിന്തയുള്ളൂ. അതായത് ഒരു 3 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഒരു 10 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവരുടെ തലയിലേക്ക് ഇപ്പോൾ കയറില്ല. അതിനെ നമുക്ക് പൂർണ്ണമായിട്ട് അവരെ പഴിചാരാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഓവറോൾ പേസ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് 50 ഓവറിൻ്റെ വൺ ഡേ മാച്ച് ആയിരുന്നു, ഇപ്പോൾ 20 ഓവറാക്കി മാറ്റി. ഇനി കുറച്ച് നാളുകൂടെ കഴിഞ്ഞാൽ 10 ഓവർ ആകുമായിരിക്കും. സോ ആ ഒരു പേസിലേക്ക് അവരെല്ലാം മാറി. അപ്പം
അതുകൊണ്ട് നമുക്കതിനെ പഴിചാരാനൊന്നും പറ്റില്ല. ഒരു ഒരു സ്വയം വിലയിരുത്തൽ നടത്താൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ഈ ആംവേ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വന്നു, ഭാര്യയുടെ പിന്തുണയോടുകൂടി തീർച്ചയായിട്ടും ഇന്നൊരു വലിയൊരു പൊസിഷനിലെത്തിയ ഒരാളാണ്. ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഒരച്ഛനാണ്, അതുപോലെ മകനാണ്, പിന്നെ ഒരു ബിസിനസ്മാനാണ്. തീർച്ചയായിട്ടും വെറും ഒരു ബിസിനസ്മാൻ എന്നതിലുപരി ഒരുപാട് പിന്നെ മനുഷ്യൻ്റെ നല്ല ചിന്തകളെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ഒരു മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ഈ സജീവ് നായർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് എന്തായിരിക്കും പറയാനുണ്ടാകുന്നത്? അതിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബാലൻസിങ് ദ ലൈഫ് എന്നുള്ളതാണ്. ഈ നമ്മൾ പലപ്പോഴും ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പല ആൾക്കാരും സംസാരിക്കും. പക്ഷേ ഞാനെപ്പോഴും കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത് ഒരു ലൈഫിനെ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളതാണ്. ഒരു പേരൻ്റ് എന്നുള്ളൊരു പേരൻ്റായിട്ടോ, അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡായിട്ടോ, അല്ലെങ്കിൽ ബിസിനസ്മാനായിട്ടോ, ഒരു കോച്ചായിട്ടോ ഒക്കെ പല ഫീൽഡ് നോക്കിയാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അത്ര തിരക്കിലല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ തിരക്ക് പിടിച്ച് കുറേ കാര്യം ചെയ്തു തീർക്കുക എന്നുള്ളൊരു അങ്ങനത്തെ ബഹളമൊന്നും എനിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ചെയ്യാനായിട്ട് സമയം കിട്ടാറുണ്ട്. അതിപ്പോൾ കുട്ടികളോടൊപ്പം സ്പെൻഡ് ചെയ്യാനുള്ള ടൈം, അതിനുള്ള സമയം ഞാൻ ചിലവഴിക്കാറുണ്ട്. വൈഫുമായിട്ടുള്ള സമയം, അതിനും സമയം എനിക്ക് കിട്ടാറുണ്ട്. പിന്നെ ബിസിനസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പം ആംവേയിൽ ഡെഫിനറ്റ്ലി പുതിയ ആൾക്കാരെ ഗ്രോ ചെയ്യിക്കുന്നതിലും അവരെ ട്രെയിൻ ചെയ്യുന്നതിലും അവരെ ഫർദർ ഹയർ ലെവലിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എഫേർട്സ് എടുക്കുന്നുണ്ടാവും. മറ്റ് ബിസിനസ്സുകൾ നോക്കിയാൽ അതെല്ലാം തന്നെ, ഇപ്പോൾ ഹോട്ടലാണെങ്കിലും, അതുകൂടാതെ ഞാൻ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകൾക്ക് വേണ്ടുന്ന ഒരു 100% ഒരു 360 ഈ സ്മോൾ ആൻഡ് മീഡിയം സ്കെയിൽ ബിസിനസ്സുകൾക്ക് വേണ്ടുന്ന ഒരു കൺസൾട്ടിങ് കമ്പനി നമ്മൾ റൺ ചെയ്യുന്നുണ്ട്, ബ്രഹ്മ ബിസിനസ് ഇൻസൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ഓൾമോസ്റ്റ് 10-40ഓളം കമ്പനികൾ കഴിഞ്ഞ് 1-2 വർഷത്തിനിടയ്ക്ക് നമ്മൾ 100% ഇൻവോൾവായി ഓൾമോസ്റ്റ് 360 ഡിഗ്രി കൺസൾട്ടിങ്ങിലൂടെ അവരുടെ ഒരു ബിസിനസ് തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബിസിനസ്സുകളെല്ലാം വളരെ സിസ്റ്റമൈസ്ഡാണ്. എന്ന് പറഞ്ഞാൽ നല്ല ഒരു പ്രൊഫഷണൽ ടീമുണ്ട് റൺ ചെയ്യാനായിട്ട്. ദൈവാധീനം കൊണ്ട് അതൊക്കെ റൺ ചെയ്യാനായിട്ട് നല്ല ആൾക്കാരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവരെല്ലാം നല്ലൊരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഐ എൻജോയ് മൈ ലൈഫ് എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി ഐ റിയലി ലവ് എവറി മൊമെൻറ്റ് ഇൻ മൈ ലൈഫ്. ഞാൻ എല്ലാ ദിവസവും വളരെയധികം നേരത്തെ ഒരു 5-5:30 ആകുമ്പോൾ ഞാൻ എൻ്റെ ദിവസം തുടങ്ങും. തിരക്കുകൊണ്ടല്ല, പക്ഷേ എനിക്കിഷ്ടമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് നേരം എഴുതാൻ വേണ്ടി ഉള്ള ആ ഒരു മൂഡാണെങ്കിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു രസകരമായ ജീവിതമായിട്ട് എനിക്ക് തോന്നുന്നത്. പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒന്നിലും അങ്ങേ അറ്റത്തൊന്നും ആയിരിക്കത്തില്ല, എന്നാൽ പോലും കുറച്ച് എഴുതാൻ പറ്റുന്നു, കുറച്ച് ബിസിനസ് ചെയ്യാൻ പറ്റുന്നു, കുറച്ച് പിള്ളേരുടെ കൂടെ കളിക്കാൻ പറ്റുന്നു, വൈഫിൻ്റെ കൂടെ ഷോപ്പിങ്ങിന് പോകാൻ പറ്റുന്നു. ഇതാണല്ലോ നമുക്ക് അൾട്ടിമേറ്റ്ലി ഇതൊക്കെയാണല്ലോ ആവശ്യമുള്ളത്.